വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം മുതൽ ഇങ്ങനെ നമ്മളോട് പറയുന്നു: എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ സ്ഥിരതയിലാണ് നിങ്ങൾ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിനും കുറവില്ലാത്തവരായി തീരുന്നത് അപ്പോഴാണെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയം വരും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയങ്ങൾ നമുക്ക് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, സാമ്പത്തിക കടബാധ്യതകളൊക്കെ വരുമ്പോഴും നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാം. അതായത്, എന്തുകൊണ്ട് എൻ്റെ ദൈവം കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നോട് സഹകരിക്കുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു ചഞ്ചലിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമുക്ക് സ്ഥിരത ലഭിക്കുള്ളൂ. അവിടെ നമുക്ക് പൂർണ്ണ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ പൂർണ്ണരായിത്തീരുന്നാണ് പറയുന്നത്, എല്ലാം തികഞ്ഞവരായിത്തീരുന്നാണ് പറയുന്നത്. ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു വിശ്വാസം കൊണ്ടുവരാനായിട്ട്, ഉറച്ച വിശ്വാസം, സ്ഥിരതയുള്ള വിശ്വാസം, പരീക്ഷിക്കപ്പെടുമ്പോഴും നമ്മൾ അടങ്ങി ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട്, ഏറ്റവും ക്രമബദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശ്വാസം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഇന്നേ ദിവസം, ഈ നോമ്പിൻ്റെ ഇന്നേ ദിവസം യേശു അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിക്കുന്നു. സ്ഥിരതയുള്ള ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം, പൂർണ്ണ വിശ്വാസം, അല്പവിശ്വാസം, പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.